നമസ്കാരം. പ്രിയ ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തൻ്റേതായ ഒരു പ്രത്യേക സ്വരമുദ്ര പതിപ്പിച്ച ഗായികയാണ് LR ഈശ്വരിയമ്മ. താളവും ത്രില്ലും നിറഞ്ഞ ഗാനങ്ങളാൽ ആവേശത്തിലാഴ്ത്തുന്ന ആ സ്വരം എങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ സിഗ്നേച്ചറായി മാറി? അതാണ് ഈശ്വരിയമ്മയെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചടുലമായ സ്വരത്തിന്റെ ചൂടും നൃത്തഗാനങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരു സംഗീതയാത്ര. LR ഈശ്വരിയമ്മയെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാത്തവർക്കായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടി മറക്കാതെ കാണണേ. ക്ലബ് ഡാൻസ് സോങ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ മുഴങ്ങുന്ന ആ ഉത്സാഹഭരിതമായ ശബ്ദം അത് പലപ്പോഴും LR ഈശ്വരിയമ്മയുടേതായിരുന്നു. പെപ്പി സോങ്സ് എന്ന് പറയപ്പെടുന്ന ഈ ഗാനങ്ങൾ പാടുന്നതിൽ LR ഈശ്വരിയമ്മയ്ക്ക് അസാമാന്യ കഴിവ് തന്നെയായിരുന്നു. ഈശ്വരിയമ്മയുടെ ഇത്തരം ഗാനങ്ങൾക്ക് മാത്രമായിട്ട് തന്നെ ഏറെ ആരാധകരുമുണ്ടായിരുന്നു. വൻ ജനപ്രീതി നേടിയ ഈശ്വരിയമ്മയുടെ ചില ക്ലബ് ഡാൻസ് സോങ്ങുകൾ നമുക്ക് കേൾക്കാം. 1964 പുറത്തിറങ്ങിയ സർവർ സുന്ദരം എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ശ്രീ വാലി എഴുതി മെല്ലിസൈ മന്നൻ MSV ഈണം നൽകിയ TMSനൊപ്പം LR ഈശ്വരിയമ്മ പാടിയ അതിസുന്ദരമായ ഒരു ഗാനം. ഉറവുകൾ തരും ഉറവുക്കന്ന ഉயிருള്ളവരെ തുടർന്ന് വരും. 1966 പുറത്തിറങ്ങിയ വല്ലവൻ ഒരുവൻ എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു വേണ്ടി കവിஞർ കണ്ണദാസൻ എഴുതി ശ്രീ വേദാചലം ഈണം നൽകി ഈശ്വരിയമ്മ പാടിയ അതിസുന്ദരമായ ഒരു പാട്ടുണ്ട്. പഴങ്കനാലൊരു മാളികை പർവ്വതാൽ മണിമണ്ഡപം ഉയരത്തിൽ ഒരു ഗോപുരം ഉന്നെ അழைக்குது வா. പഴങ്കനാലൊരു മാളികை പർവ്വതാൽ മണിമണ്ഡപം ഉയരത്തിൽ ഒരു ഗോപുരം ഉന്നെ അழைக்குது വா. 1964 കവിஞർ കണ്ണദാസൻ കഥയും തിരക്കഥയും എഴുതി നിർമ്മിച്ച് അഭിനയിച്ച ചിത്രമാണ് കറുപ്പുപണം. കവി ശ്രീ സുബ്രഹ്മണ്യ ഭാരതിയാർക്ക് ശേഷം തമിഴ്നാട് കണ്ട ഏറ്റവും മികച്ച കവിയാണ് കണ്ണദാസൻ എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അത് സത്യവുമാണ്. മാത്രമല്ല അദ്ദേഹത്തെ ദൈവതുല്യമായി ആരാധിക്കുന്നവർ നിരവധിയാണ്. നിർമ്മിച്ച സിനിമകളെല്ലാം നഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം എടുത്ത സിനിമയാണ് കറുപ്പുപണം. കൂടാതെ നമ്മൾ മലയാളികളുടെ സ്വന്തം ഷീലാമ്മ അഭിനയിച്ച ചിത്രം കൂടിയാണിത്. വിശ്വനാഥൻ്റെ അമ്മൂർത്തി കൂട്ടുകെട്ടിൽ പിറന്ന് LR ഈശ്വരിയമ്മ പാടിയ സൂപ്പർ ഹിറ്റായി മാറിയ ഒരു ഗാനമുണ്ട് ഈ ചിത്രത്തിൽ. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ശ്രീ MGRും ശ്രീ ജയലളിതയും ചേർന്ന് അഭിനയിച്ച കുമരിക്കൂട്ടം എന്ന ചിത്രത്തിൽ ശ്രീ വാലി എഴുതി ശ്രീ MSV ഈണം നൽകിയ അതിസുന്ദരമായൊരു ഗാനമുണ്ട്. 1971 ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീ TM സൗന്ദരരാജനൊപ്പമാണ് ഈശ്വരിയമ്മ ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഈ ഗാനത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഒരുപാടുണ്ട്. കാരണം ഈശ്വരിയമ്മ ഇത് പാടുമ്പോൾ ആ വരികൾ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നും. என்னிடது வெண்ணும் துடித்தது உன்னை கண்டேன் இந்நாள் பொன்னாள். நாம் ஒருவரை ஒருவர் சந்தித்தோம் என காதல் தேவதை சொன்னாள். என்னிடது வெண்ணும் துடித்தது உன்னை கண்டேன் இந்நாள் பொன்னாள். 1965 ശ്രീ ജയലളിത ആദ്യമായി അഭിനയിച്ച വെണ്ണീറാട് എന്ന ചിത്രത്തിൽ
ജയലളിതയ്ക്ക് വേണ്ടി ആദ്യ ഗാനമായ നീ എൻപതേ ഞാൻ എൻപതേ എന്ന ഗാനം ഈശ്വരമ്മയാണ് ആലപിച്ചത്. അതിഗംഭീരമായിട്ടാണ് ഈശ്വരമ്മ ഈ ഗാനം പാടിയിരിക്കുന്നത്. ചില ഡൈനാമിക്സുകളൊക്കെ ഈ ഗാനത്തിൽ ഈശ്വരമ്മ ചേർത്തിട്ടുണ്ട്. അത് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ്. ശ്രീ ജയലളിതയ്ക്ക് വേണ്ടിയുള്ള ആദ്യ ഗാനം പാടാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യമായി ഈശ്വരമ്മ പറയുന്നുണ്ട്. വ്യക്തിപരമായ ഒരു അനുഭവം എനിക്കുമുണ്ട് ശ്രീ ജയലളിതയെക്കുറിച്ച് പറയാൻ. ഒരിക്കൽ തമിഴ്നാട്ടിലെ ഒരു ഇലക്ഷൻ പ്രചരണ കാലത്ത് ശ്രീ ജയലളിതയ്ക്ക് വേണ്ടി പാടുവാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. എൻ്റെ ഹൈസ്കൂൾ പഠനകാലത്തായിരുന്നു അത്. അവർ വന്ന തേനിയിലെ വേദിയിൽ അവരുടെ സാന്നിധ്യത്തിൽ അവർ അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളെല്ലാം പാടുവാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായി. ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ശ്രീ ജയലളിത അമ്മ വളരെ ശ്രദ്ധയോടെ വേദിയിലേക്ക് നോക്കിയിരിക്കുന്ന കാഴ്ച ഞാൻ ഇന്നും വളരെ അഭിമാനത്തോടെ ഓർക്കുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥനായ ശ്രീ ശങ്കരദാസയ്യ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. പ്രിയ, നീ പാടരുത്, അമ്മ ரொம்ப ഗവനമാ കേട്ടിട്ട് ഇருக்கு പാറ്. അങ്ങനെ ശ്രീ വിശ്വനാഥൻ രാമമൂർത്തി കൂട്ടുകെട്ടിൽ പിറന്ന വെണ്ണീറാടിയിലെ എല്ലാ ഈശ്വരമ്മയുടെ ഗാനം കേൾക്കാം. നീ என்பதென்ன நான் என்பதென்ன நீ என்பதென்ன நான் என்பதென்ன ஒரு நினைவு என்பதென்ன நிலையில்லாததொரு உலக மேடையில் நானும் வந்ததென்ன நிலையில்லாததொரு உலக மேடையில் நானும் വന്നതെന്ന. അടുത്തതൊരു ഹാസ്യപ്രധാനമായ ഗാനമാണ്. പോലീസുകാരൻ മകൻ എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി ശ്രീ കണ്ണദാസൻ എഴുതി വിശ്വനാഥൻ രാമമൂർത്തി ഈണം നൽകി JP ചന്ദ്രബാബുവും LR ഈശ്വരമ്മയും പാടിയ ഗാനം. பிறந்தாலும் ஆம்பளையா பிறக்கக்கூடாது, ஐயா பிறந்து விட்டா பொம்பளைய நினைக்க கூடாது. பிறந்தாலும் பொம்பளையா பிறக்கக்கூடாது, ஐயா பிறந்து விட்டா ஆம்பளைய நினைக்க கூடாது. 1968 പുറത്തിറങ്ങിയ രഹസ്യ പോലീസ് 115 എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ കണ്ണദാസന്റെ രചനയിൽ ശ്രീ MS വിശ്വനാഥൻ ഈണം നൽകി TMSഉം LR ഈശ്വരമ്മയും ചേർന്ന് പാടിയ അതിസുന്ദരമായൊരു ഗാനം. കണ്ണിൽ തെരികിன்ற വാനം കൈകളിൽ വരാതോ, തുള്ളിத் തിരിகின்ற മേഘം തൊട്ട് തഴുവാതോ. കണ്ണിൽ തെരികിன்ற വാനം കൈകളിൽ വരാതോ, തുള്ളിத் തിരിகின்ற മേഘം തൊട്ട് തഴുവാതോ. കട്ടി അണയ്ക്കിன்ற മേനി പട്ടൊലി കൊള്ളാതോ, കട്ടി അണയ്ക്കിன்ற മേനി പട്ടൊലി കൊള്ളാതോ. കാതലിക്ക നേരമില്ലേ എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിൽ ശ്രീ വിശ്വനാഥൻ രാമമൂർത്തി കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരമായൊരു പെപ്പി സോങ് ഉണ്ട്. LR ഈശ്വരമ്മയ്ക്കൊപ്പം MS രാജു എന്ന ഗായകനാണ് ഈ സോങ്ങിലെ ഹമ്മിങ് വോയിസ് ഒക്കെ പാടിയിരിക്കുന്നത്. ഗംഭീരമായ ഓർക്കസ്ട്രേഷനാണ് ഈ ഗാനത്തിൻ്റെത്. മലരെன்ற മുഖമെன்று சிரிக்கட்டும், மனமென்ற கருவண்டு பறக்கட்டும். மலரென்ற முகமென்று சிரிக்கட்டும், மனமென்ற கருவண்டு பறக்கட்டும். உறவுக்கும் நிலவுக்கும் துடிக்கட்டும், உலகத்தை ஒரு முறை மறக்கட்டும். மலரென்ற முகமென்று சிரிக்கட்டும், மனமென்ற கருவண்டு பறக்கட்டும். உறவுக்கும் நிலவுக்கும் துடிக்கட்டும், உலகத்தை ஒரு முறை மறக்கட்டும். மலரென்ற முகமென்று சிரிக்கட்டும், മനമെன்ற കരവണ്ട് പറക്കട്ടും. അക്കാലത്ത് നിരവധി ചിത്രങ്ങളുടെ ഗാനങ്ങൾക്ക് വേണ്ടി ഹമ്മിങ് ഈശ്വരിയമ്മ പാടിയിട്ടുണ്ട്. ഹമ്മിങ്ങുകൾ പാടുമ്പോൾ ഈശ്വരിയമ്മയുടെ ശബ്ദത്തിനുണ്ടാകുന്ന വൈബ്രേഷൻസ് അതാണ് ഈ ഗാനങ്ങളെയൊക്കെ ഇത്രയും മനോഹരമാക്കി തീർത്തത്. ഈശ്വരിയമ്മ പാടിയാൽ മാത്രമേ ഈ ഹമ്മിങ്ങുകൾ മനോഹരമാവുകയുള്ളൂ എന്നൊരു വിശ്വാസം തന്നെ അക്കാലത്ത് സംഗീത ലോകത്ത് നിലനിന്നിരുന്നു. ആലേമണി എന്ന ചിത്രത്തിലെ കല്ലെല്ലാം മാണിക്ക എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ ഹമ്മിങ് ഇതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. கலையெல்லாம் கண்கள் சொல்லும் கலையாகுமா, கல்லெல்லாம் மாணிக்க கல்லாகுமா, கலையெல்லாம் கண்கள் சொல்லும் കലയാകുമാ. പണമ പാസം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ കണ്ണദാസൻ എഴുതി ശ്രീ KV മഹാദേവൻ ഈണം നൽകി
LR ഈശ്വരമ്മ പാടിയ സുന്ദരമായൊരു ഗാനമാണ് അടുത്തത്. ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ ഗാനം അക്കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്നു. ചിത്രത്തിൽ ഈ ഗാനം വരുന്ന ഭാഗം എത്തുമ്പോൾ തിയേറ്ററിൽ ആരാധകർ വിസിൽ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ആഘോഷമാക്കിയ ജനപ്രിയ ഗാനം. இது தேனாட்டோ இனிக்கும் பழம், எல்லோரும் வாங்கும் பழம், இது எழுக்கிண்டு பிறந்த பழம். இழந்த பழம், இழந்த பழம், இழந்த பழம், யா சக்காச்ச வந்த பழம், இது தேனாட்டோ இனிக்கும் பழம், எல்லோரும் வாங்கும் பழம், இது எழுக்கிண்டு பிறந்த பழம். இழந்த பழம், இழந்த பழம், இழந்த பழம், யா. 1969 പുറത്തിറങ്ങിയ ശിവന്തമൺ എന്ന ശ്രീ ശിവാജി ഗണേശൻ ചിത്രത്തിൽ ശ്രീ കണ്ണദാസൻ എഴുതി ശ്രീ MSV ഈണം നൽകിയ പട്ടത്തുറാണി എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനം ഈശ്വരമ്മയുടെ എക്കാലത്തെയും ഹിറ്റുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. ഈശ്വരമ്മയുടെ ഗാനങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം എത്തുന്ന ഗാനവും ഇത് തന്നെയാണ്. നിരവധി റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥികൾ പാടിയതും ഈശ്വരമ്മയുടെ ഈ ഗാനമാണ്. ഇന്ത്യയുടെ വാനമ്പാടിയായ ശ്രീ ലതാ മങ്കേഷ്കർ ഈ ഗാനം കേട്ടിട്ട് ചെന്നൈയിൽ നേരിട്ട് വന്ന് ഈശ്വരമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് സുന്ദരമായിട്ടാണ് ഈശ്വരമ്മ ഈ ഗാനം പാടിയിരിക്കുന്നത്. நில்லுங்கள், நிமிர்ந்து நில்லுங்கள், சொல்லுங்கள், துணிந்து சொல்லுங்கள். நில்லுங்கள், நிமிர்ந்து நில்லுங்கள், சொல்லுங்கள், துணிந்து சொல்லுங்கள். பட்டத்து ராணி பார்க்கும் பார்வை வெற்றிக்குத்தான் என எண்ண வேண்டும். பட்டத்து ராணி பார்க்கும் பார்வை வெற்றிக்குத்தான் என எண்ண வேண்டும். LR ഈശ്വരമ്മയുടെ മനോഹരമായ ഈ ഗാനത്തോടെ പ്രിയ ഗാനങ്ങളുടെ ഈ എപ്പിസോഡ് തൽക്കാലം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഈശ്വരമ്മയുടെ അതിസുന്ദരങ്ങളായ ഗാനങ്ങളും വിശേഷങ്ങളും ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല. അടുത്ത എപ്പിസോഡിലും വളരെ വ്യത്യസ്തങ്ങളായ നിരവധി ഗാനങ്ങളുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സംഗീതപ്രേമികളായ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.